ഡ്യൂക്കിന്റെ കോപ്പി ഇൻഡിക്കേറ്റേഴ്സ് ഒരു 180 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇതൊക്കെ ഒരു 80 രൂപ മെഷീൻ പ്രിന്റഡ് ആണ്. സ്റ്റിക്കറോ കാര്യങ്ങളൊന്നുമല്ല. ഇവര് പെയിന്റ് ക്വാളിറ്റി കണ്ട ആ ഒരു ക്വാളിറ്റി നിങ്ങൾ നോക്കി. ഇത് നമ്മുടെ നാനോ ലൂബാണ്. ഈ നാനോ ലൂബിന്റെ പ്രത്യേകത നമ്മളിത് മെയിൻലി എൻജിൻ സ്മൂത്ത് ആവാനാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം എന്തുകൊണ്ട് എല്ലാവരും ഈ ഒരു സാധനത്തിൽ പ്രിഫർ ചെയ്യണം. വാട്സ്ആപ്പ് ഗൈസ്, ഇറ്റ്സ് മീ റോഹിത് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ കുറച്ച് എക്സൈറ്റിംഗ് വീഡിയോ ആണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ തന്നെ കാണാം. ഈ ഇരിക്കുന്ന ഇത്രയും ആക്സസറീസ് ഉണ്ട്. ഇത്രയും ആക്സസറീസ് നമ്മുടെ റേസ് മോട്ടോ കോൺസെപ്റ്റ്സിന്റെ സ്റ്റോക്ക് ക്ലിയറൻസ് ആയിട്ട് വിൽക്കുന്ന ആക്സസറീസ് ആണ്. ഇതിനൊക്കെ നല്ല ഡിസ്കൗണ്ടിലാണ് ഇത് കൊടുക്കുന്നത്. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ മാക്സിമം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ 4.6K ആയിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പെട്ടെന്ന് തന്നെ 10K അടിക്കാൻ പറ്റൂ. സോ എൻ്റെ 10K ആവുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് തന്നെ നല്ലൊരു ഗിവ് അവേയും കാര്യങ്ങളും ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഒട്ടും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലിടുക. നമുക്ക് ഇത്രയും പറഞ്ഞുതരാൻ പോകുന്നത് നമ്മുടെ റിസ്വാനിക്കയാണ്. പുള്ളിയാണ് ഇതിന്റെ ഓണർ എന്ന് പറയുന്നത്. നമ്മുടെ റേസ് മോട്ടോ കോൺസെപ്റ്റ്സ് നമ്മുടെ പോളത്തോട് ആ ഒരു സ്ഥലത്താണ്. ഒരുപാട് പേര് ചോദിച്ചു ബ്രോ ലൊക്കേഷൻ എവിടെയാണെന്ന്. മെയിൻ പോളത്തോട് വന്നിട്ട് നിങ്ങൾ ആരെടുത്ത് ചോദിച്ചാലും നമ്മുടെ ഈ ഒരു റേസ് മോട്ടോ എവിടെയാണെന്ന് പറഞ്ഞുതരും. ഇതിൻ്റെ തൊട്ടപ്പുറം ആയിട്ടാണ് നമ്മുടെ ESI ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ അതിൻ്റെ ഇപ്പുറം തന്നെയാണ് നമ്മുടെ റേസ് മോട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രോ നമുക്ക് എവിടെ നിന്ന് തന്നെ തുടങ്ങും. ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. പിന്നല്ല നമ്മളെല്ലാ സംഭവം വിറ്റങ്ങ് തീർക്കാൻ പോകണം ഗൈസ്. കിടിലൻ ഓഫറായിട്ട് ക്ലിയറൻസ് ആണ് മെയിനായിട്ട്. നമുക്കൊരു 100 രൂപയ്ക്ക് അകത്ത് തൊട്ട് സാധനങ്ങൾ കൊടുക്കാം. ഒരു 80 രൂപ 100 രൂപ റേറ്റിലൊക്കെ സാധനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് അപ്പോൾ 80 രൂപ തൊട്ട് സാധനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 80 അല്ല 50 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ വിംഗ്ലെറ്റൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉള്ള വിംഗ്ലെറ്റൊക്കെ നമ്മൾ 50 രൂപയ്ക്കൊക്കെ അല്ലേ മെയിനായിട്ട് കസ്റ്റം ചെയ്യുന്ന ഡീമൺസൊക്കെ ചെറിയ സ്ക്രാച്ചൊക്കെ ഉള്ളൊക്കെ എടുത്ത് പെയിൻറ്റ് ചെയ്തൊക്കെ മാറ്റാം. അപ്പം ചെറിയ റേറ്റിന് നമ്മളെല്ലാം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ കിടക്കുന്ന സാധനങ്ങൾ മൊത്തം അത് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വൈസേഴ്സൊക്കെ തന്നെയാണ്. വൈസേഴ്സാണ് ഒരുപാട് ഓഫറും കൈസ്. ഒരുപാട് ഓഫർ എന്ന് പറഞ്ഞാൽ അതാണ്ട് ഈ ഒരു വൈസറാണ്. ഈ വൈസർ നിങ്ങൾ നോക്കിയത് ഇവിടെ ഇഷ്ടംപോലെ വൈസർ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ വണ്ടിയുടെയും എല്ലാ ടൈപ്പ് വൈസറും കണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം. എൻകിയുടെ വൈസേഴ്സൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും നിസ്സാര വിലയ്ക്ക് കിട്ടും. കേസ് പിന്നെ ഞാൻ ഈ ഒരു ഡയറക്ഷൻ ഒന്ന് തിരിഞ്ഞിരിക്കാം. കാരണം അവിടെ നിങ്ങൾക്കായിട്ടുള്ള സസ്പെൻസ് വീഡിയോ ഉടനെ വരുന്നുണ്ടല്ലേ ബ്രോ. നമുക്ക് ആ സൈഡ് കാണിക്കണ്ട. അപ്പോൾ പിന്നെ അടുത്ത നമ്മുടെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിംഗ്ലെറ്റ്സ് ആണ് കേട്ടോ. വിംഗ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വിംഗ്ലെറ്റ്സ് ഉണ്ട്. നമ്മൾ തൽക്കാലം ഇത് ഇത്ര എടുത്ത് വെച്ചിട്ടുള്ളൂ. ബാക്കി നമുക്കല്ലാതെ ഇവിടെ ആക്സസറീസ് ഇരിപ്പുണ്ടല്ലേ. നമ്മളിപ്പം ഇതിനകത്ത് എല്ലാം ചെറുതായിട്ടൊരു ഐഡിയയ്ക്ക് വേണ്ടി നിർത്തിയെന്നേ ഉള്ളൂ. ഇപ്പോൾ വിംഗ്ലെറ്റ്സ് എങ്ങനെയാണ് ബ്രോ റേറ്റ് ഇപ്പോൾ ഇട്ടേക്കുന്നത്? വിംഗ്ലെറ്റ്സ് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു 80 രൂപ 100 രൂപ റേറ്റിലൊക്കെ ഇതൊക്കെ കൊടുക്കാം. അത് അപ്പോൾ സ്ക്രാച്ചസ് ഒക്കെ വെച്ചിട്ടാണ്. ഇപ്പം ചില പീസിനകത്തൊക്കെ ചെറിയ സ്ക്രാച്ചസ് കാണും. അപ്പോൾ അതൊക്കെ നമുക്ക് വിറ്റ് മാറ്റുവാണ് സാധനങ്ങളെല്ലാം. സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് കേട്ടോ. ക്ലിയറൻസ് ആണ് കംപ്ലീറ്റ്. അപ്പോൾ ഇതൊക്കെ ഒരു 80 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വിംഗ്ലെറ്റ് എടുക്കാം. അപ്പോൾ ഈ ഒരു വിംഗ്ലെറ്റിനൊക്കെയാണ്. പക്ഷേ ഇതൊക്കെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. അതാ ഇതിപ്പം പക്ക പീസൊക്കെ ആകുമ്പോൾ അതൊക്കെ ചെറിയ റേറ്റ് വ്യത്യാസങ്ങളൊക്കെ വരും. എന്തായാലും നമ്മളതെല്ലാം നല്ല അത്യാവശ്യം മാന്യമായ റേറ്റിൽ കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇത് വലുത് എത്രയാണ് ബ്രോ റേറ്റ്? വലുതൊക്കെ 150 150 ഇപ്പോൾ ഈ ഇരിക്കുന്ന വലുതെല്ലാം ഒരു 150 180 ആ ഒരു റേറ്റാണ് വരുന്നത്. ഇതൊക്കെ ഒരു 80 രൂപ തൊട്ടൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വിംഗ്ലെറ്റ്സ് ഒക്കെ ഒപ്പിക്കാം. പിന്നെ വൈസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ NSന്റെ ഒരു വൈസർ എത്ര ബ്രോ? 100 ഇത് നമുക്ക് 100 രൂപയ്ക്ക് തരും. പിന്നെ ഇതിൻ്റെ ഒരു സസ്പെൻസ് ആയിട്ട് ഇവിടെ കിടക്കട്ട്. പിന്നെ നമ്മൾ 10K അടിക്കുന്ന സമയത്ത് ഇവിടുന്ന് തന്നെ നമ്മൾ കിടിലുണ്ട്. ഇവിടെ ഒരുപാട് ആക്സസറീസ് ഒക്കെ ഉണ്ട്. ഇവിടുന്ന് തന്നെ കിടിലും കുറച്ച് ആക്സസറീസ് നമ്മൾ ഗിവ് അവേ ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ആകുക. എത്രയും പെട്ടെന്ന് നമ്മൾ 10K അടിച്ച കിടിലും ഒരുപാട് സസ്പെൻസുകൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പം അടുത്ത ഏതിനാ ബ്രോ? പിന്നെ വേറെ നമ്മുടെ R15 ഒക്കെ ഇരിപ്പുണ്ടല്ലോ വൈസർ, അതൊക്കെ എന്താ റേറ്റ് വരുന്നുണ്ട്? ഏതാ 250? ഇത് മറ്റേ V2-ന്റെ അല്ലേ? V2-ന്റെ വൈസർ നിങ്ങൾക്കൊരു 200-250 റേഞ്ചിലൊക്കെയാണ് ഇപ്പോൾ കിട്ടുന്നത്. കാരണം ഇവിടെ വേറെ ഒരുപാട് ഇരിപ്പുണ്ട്. പിന്നെ ഈ ഒരു റേറ്റ് ഫിക്സഡ് റേറ്റ് അല്ല ഇവിടെ വരുന്നുണ്ടല്ലേ. കസ്റ്റമർ ഡയറക്റ്റ് വന്ന് നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് എന്നിട്ട് നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. കാരണം ഇത് നമ്മൾ കംപ്ലീറ്റ് ഈ ഒരു സ്റ്റോക്ക് ഫുള്ള് തീർക്കാൻ അങ്ങനെയുള്ളൊരു പ്ലാനിലാണ്. പിന്നെ ഇത് നമ്മുടെ V3-യുടെ അല്ലേ? ഇപ്പോൾ CBR-ന്റെ വൈസറും കാര്യങ്ങളൊക്കെ ഇതാണ്ട. എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർക്ക് CBR ഇത് കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ അവർക്ക് വൈസർ വേണമെങ്കിൽ നമ്മുടെ റേസ് മോട്ടോ ഇത് അവൈലബിൾ ആണ്. ഇത് എത്ര വരുന്നുണ്ട് ബ്രോ റേറ്റ്?
ഇട്ടിട്ടില്ല, ജസ്റ്റ് ഇട്ടിട്ടേ ഉള്ളൂ. റേറ്റൊക്കെ എല്ലാം ഫിക്സ് ചെയ്യുന്നതാണ്. പേ എന്നാലും ഓൾമോസ്റ്റ് ഒരു എത്ര രൂപയൊക്കെ നമുക്ക്? ഓൾമോസ്റ്റ് 200 മേളിൽ 200 300 അകത്തൊക്കെ വരത്തുള്ളൂ എന്തായാലും. ഇപ്പോൾ 200-300 ആക്കി ഇതിന് റേറ്റും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. അതിൻ്റെ അകത്ത് ഇത് ഫിക്സഡ് അല്ല, നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് ഇതെല്ലാം നമ്മളിവിടെ നിരത്തി വെച്ചതാണ്. പിന്നെ അടുത്ത് ചെയ്താൽ അപ്പോൾ മെയിനാണ് സാധനങ്ങളാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഡോമിനോ ഉണ്ട് അല്ലേ, തുച്ഛമായ റേറ്റിലൊക്കെ കൊടുക്കുന്നതായിരിക്കും. എന്തായാലും കസ്റ്റമർ ഡയറക്റ്റ് വരട്ടെ, അപ്പം ഞാൻ ബാക്കി പറയാം. അതൊക്കെ നല്ല രീതിയിൽ അഫോർഡബിൾ പ്രൈസിലായിരിക്കും ഈ സാധനങ്ങളൊക്കെ വിൽക്കുന്നത്. അപ്പം ഡോമിനോണ്ട് അത് 2 വിംഗ്ലെറ്റ് ഇരിപ്പുണ്ട്. ഈ ഒരു വിംഗ്ലെറ്റ് 80 രൂപയാണ് നമ്മൾ പ്രൈസ് ഉദ്ദേശിച്ചേക്കുന്നത് ഇവിടെ, കണ്ടോ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രേക്ക് ലിവേഴ്സും കാര്യങ്ങളൊക്കെ, ബ്രേക്ക് ലിവേഴ്സ് അല്ലല്ലേ, ലിവർ ഗാർഡ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷനിലേക്കായിട്ട് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഇതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമോ, ഇതൊക്കെ റേറ്റ് വരുന്നുണ്ട്? അങ്ങനെ ഇതിൻ്റെ റേറ്റ് ഞാൻ ഒന്നും ഇട്ടിട്ടില്ല, റേറ്റൊന്നും ഇട്ടിട്ടില്ല. ഇതൊക്കെ റേറ്റൊക്കെ വൈകാതെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ എല്ലാം ഇടുന്നതാണ് കാര്യങ്ങൾ മൊത്തം. എന്നാലും ഓൾമോസ്റ്റ് എത്ര രൂപയ്ക്ക് പ്രതീക്ഷിക്കാം? ഇത് കൊടുക്കുന്ന റേറ്റ് എനിക്കൊന്ന് 750-850 രൂപയ്ക്ക് മാർക്കറ്റ് റേറ്റ് ഉണ്ട്. എന്തായാലും അതിനെക്കാട്ടും താഴെയായിരുന്നു കൊടുക്കുന്നത് ആയിരിക്കും. എന്തായാലും നിങ്ങൾ ഇതാ പുറത്തുനിന്ന് മേടിക്കുന്ന ആ ഒരു റേറ്റിനെ കാട്ടി നിങ്ങൾക്കൊരു മാന്യം, അല്ലെങ്കിൽ എന്തായാലും ആ ഒരു റേറ്റിനെ കാട്ടി കുറഞ്ഞ് കിട്ടുമെന്നാണ് നമ്മുടെ റിസ്വാനൊക്കെ നമുക്ക് തന്നേക്കുന്ന ഒരു ക്ലൂ എന്ന് പറയുന്നത്. അവർ ഇതിൻ്റെയൊക്കെ സ്റ്റോക്ക് ഇനിയിപ്പോൾ ഇട്ടിട്ട് അതിൻ്റെ പ്രൈസ് ഇടാൻ പോകുന്നേ ഉള്ളൂ. അവർ ഇൻസ്റ്റാഗ്രാമിൽ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇൻസ്റ്റാഗ്രാം പേജ് ജസ്റ്റ് ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടുന്നതാണ്. പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഇതൊക്കെ എത്ര വരുന്നുണ്ട് ഇപ്പോൾ? ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇപ്പോൾ ഇട്ടേക്ക്. എന്തായാലും റേറ്റ് കുറച്ചാലും കൊടുക്കുന്നില്ല. അതാ. പിന്നെ വേറൊരു കാര്യം, എന്നവരുണ്ട് ബ്രോ ഇത്? നമുക്കൊരു ഡിസംബർ അവസാനം വരെ മാക്സിമം. മാക്സിമം ഡിസംബർ അവസാനം വരെ ഇത് എത്ര ഈ ഒരു റേറ്റിൽ കിട്ടത്തുള്ളൂ. അതിനുശേഷം ഇതൊന്നും ഈ ഒരു റേറ്റിലൊന്നും കിട്ടത്തില്ല. ഇപ്പോൾ ഇൻഡിക്കേറ്റേഴ്സിനൊക്കെ നമുക്കൊരു എത്ര രൂപ പ്രതീക്ഷിക്കാം? ഇൻഡിക്കേറ്റേഴ്സ് ഏത് ഇൻഡിക്കേറ്റേഴ്സ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഇത് നമ്മളെ കാണിച്ചാൽ അതൊക്കെ ഒരു 300 റുപ്പീസിനകത്തൊക്കെ എടുത്തുള്ളൂ. ഇതൊക്കെ 300 റുപ്പീസിനകത്താണ് വരുന്നത്. പിന്നെ നമ്മുടെ ഡ്യൂക്കിൻ്റെ കോപ്പി അല്ലേ ഇത്? അതെ, ഡ്യൂക്കിൻ്റെ കോപ്പിയാണ്. ഇതിനെന്ത് റേറ്റ് വരുന്നുണ്ട്? അതൊക്കെ ഒരു 180-200 രൂപയ്ക്കകത്തൊക്കെ കൊടുക്കാം, 2 പീസൊക്കെ. ഇത് താണ്ട ഡ്യൂക്കിൻ്റെ കോപ്പി ഇൻഡിക്കേറ്റേഴ്സ് ഒരു 180 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് കിട്ടും, കണ്ടോ. അതൊക്കെ നല്ലൊരു അല്ലേ, നല്ല മാന്യമായിട്ടുള്ളൊരു വിലയാണ് കേസ് അതെന്നൊക്കെ പറയുന്നത്. നിങ്ങൾ ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ സാധനമൊക്കെ. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി സാധനമാണ്. RCയുടെ പക്ക ഫസ്റ്റ് കോപ്പിയാണ്. ഇതിൻ്റെ റെപ്ലിക്ക അല്ലേ? ഫസ്റ്റ് കോപ്പി റെപ്ലിക്കാണ്. കറക്റ്റ് ആ ഒരു ഫീൽ തന്നെ കിട്ടും. അത് കണക്ക് ഈ ഒരു ഇതൊക്കെ ഒന്നും മെഷീൻ പ്രിന്റഡ് ആണ്, ഒന്നും സ്റ്റിക്കറോ കാര്യങ്ങളൊന്നും അല്ല. ഇത് ഈ ഒരു കാണുന്ന സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒന്നും സ്റ്റിക്കറൊന്നും, സോറി ഈ ഒരു കാണുന്ന സ്റ്റിക്കറല്ല, ഇത് മെഷീൻ പ്രിന്റഡ് ആണ്, കണ്ടോ. നമ്മുടെ RCയുടെ പക്ക ഫസ്റ്റ് കോപ്പി അല്ലെങ്കിൽ റെപ്ലിക്ക എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന. ഇതിനെക്കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ നമ്മുടെ റിസ്വാൻ ബ്രോ അവർ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വൈസറിന് എന്ത് റേറ്റ് വരുന്നുണ്ട് ബ്രോ? ഈ ഒരു വൈസേഴ്സ് 2 രീതിക്കാണ്. ഒരെണ്ണം 3 mm നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ച ഇട്ടിരുന്ന റേറ്റ് എന്ന് വെച്ചാൽ 3300-3400 റേറ്റിലേക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. 4 mm വരുമ്പോഴത്തേക്ക് ഒരു 3600 മേളിൽ പോകും. 3600 മേളിൽ പോകും. എന്തായാലും എടുക്കുന്ന ആൾക്ക് വെർത്താണ്, അത്ര നല്ല സാധനമാണ്. ഓക്കെ. ഇത് ഒറിജിനൽ എന്ത് വരുന്നുണ്ട്? ഒറിജിനൽ ഷോറൂം റേറ്റ് വരുന്നത് ഏകദേശം 8 രൂപ റേറ്റ് വരുന്നെന്ന് തോന്നുന്നു. പക്ഷേ ഷോറൂമിൽ സാധനം കിട്ടാനില്ല, മിക്കതും എല്ലാം പുറത്തപ്പോൾ പുറത്തൊക്കെ ഇതിന് മാർക്കറ്റ് ഇപ്പോൾ പുതിയതൊക്കെ ഏകദേശം 10000 രൂപ റേറ്റിലൊക്കെ വരുന്നുണ്ട് സാധനങ്ങളൊക്കെ. പിന്നെ അത് മാത്രമല്ല, വേറൊരു കാര്യം ഞാൻ പറഞ്ഞാലും ഇത് വൈസർ മാത്രമല്ല, നമ്മുടെ ഓട്ടോ ലോഗിൻ്റെ കിറ്റ് തുടങ്ങിയ എല്ലാം ഉണ്ടല്ലേ? അതെല്ലാം ഉണ്ട്. എല്ലാ വണ്ടിയുടെയും ഓട്ടോ ലോഗിൻ്റെ കിറ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. സോ ജസ്റ്റ് ഒരു ചെറിയൊരു ക്ലൂ മാത്രമേ ഞാൻ തരാൻ കണ്ട കണ്ട അതൊരു ഓൾമോസ്റ്റ് ഓട്ടോ ലോഗിൻ്റെ കിറ്റ് ഒരു V2 R1 ആക്കി മാറ്റുന്ന ഒരു പ്രോജക്റ്റാണ്. അതിൻ്റെ ഓട്ടോ ലോഗിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പണി നടന്നുകൊണ്ടിരിക്കും. ഇവിടെ RCയുടെ പണി നടപ്പുണ്ട്. സോ കിറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്കും വണ്ടി ഇവിടെ കൊണ്ടുവരാം. ഞാൻ പുറമേ ഉള്ള ഒരു അപ്പിയറൻസും ഡിസംബറിന് മുമ്പാകെ നമുക്ക് കസ്റ്റം ചെയ്യാൻ കിടന്ന വണ്ടികൾ, കസ്റ്റം ചെയ്യാനാണെങ്കിലും പെയിന്റിംഗ് ആണെങ്കിലും എല്ലാവർക്കും ഓഫർ കാണുന്നതായിരിക്കും. നല്ല രീതിക്ക് നമ്മൾ ഓഫർ ചെയ്ത് കൊടുക്കും എല്ലാ വണ്ടികൾക്കും, കയറുന്ന എല്ലാ വണ്ടികൾക്കും. ഇവരുടെ പെയിന്റ് ക്വാളിറ്റി എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഞങ്ങൾക്ക് ചെറിയൊരു ഐഡിയ, എന്തെങ്കിലും കാണാത്ത എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. കാരണം വലുതായിട്ടൊന്നും കാണിക്കാൻ പറ്റില്ല, ആ ഒരു ക്ലൂ അങ്ങ് പോകും. ഇവർ ജസ്റ്റ് ആ ഒരു പെയിന്റ് ക്വാളിറ്റി, ആ ചെറിയൊരു ഐഡിയ ഞാൻ തരാം. കണ്ട ആ ഒരു പെയിന്റ് ക്വാളിറ്റി നിങ്ങൾ നോക്കി, പക്കാ ഫിനിഷ് എന്ന് പറഞ്ഞാൽ പക്കാ ഫിനിഷാണ്. ഞാൻ ആ സൈഡിലൊരെണ്ണം കാണിച്ചു തരാം. കണ്ട ആ ഒരു ക്വാളിറ്റി നിങ്ങൾ നോക്കി. 2 വർഷം ഗ്യാരണ്ടി ഉണ്ടല്ലേ? 2 വർഷം വാറണ്ടി. 2 വർഷം വാറണ്ടിക്ക് 2 ഫ്രീ പോളിഷും കൊടുക്കാം. അത് 2 ഫ്രീ പോളിഷും ഉണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ എടുത്തു പറയാം, ഇവിടുന്ന് പണിഞ്ഞിറങ്ങിയിട്ടുള്ള, അതായത് റീപെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇറങ്ങിയിട്ടുള്ള വണ്ടിയുടെ ഏത് ഓണേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചാലും അവർ ഒബ്വിയസ്ലി അവർ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഒരു പെയിൻറ്റ് ജോബ്, അതായത് ആ പെയിൻറ്റ് ക്വാളിറ്റി പക്കയാണ്, ഒരു പ്രശ്നങ്ങളും അവർക്ക് ആ ഒരു പെയിൻ. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുവാണെങ്കിലും നിങ്ങൾ ഡയറക്റ്റ് വണ്ടി ഉണ്ടെന്ന് റിസ്വാനൊക്കെ ഇടയിൽ കൊടുത്താൽ ഫുള്ളി അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഈ 2 വർഷം നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, നിങ്ങൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഇപ്പം ഞാൻ തന്നെ കേസ് ഇവിടുന്ന് തന്നെയാണ് നമ്മൾ വീഡിയോ ഫുള്ള്, കാരണം വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല.
ക്വാളിറ്റി രീതിക്ക് പണിഞ്ഞിറക്കിയേക്കുന്ന ഒരുപാട് വണ്ടികൾ ഇവിടെ ഇഷ്ടം പോലെ ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ എന്നുള്ളതല്ല, നമ്മൾ ഉപയോഗിക്കുന്ന സാധനം എന്താണെന്ന് ഒരിക്കലും ഒരു ലോക്കൽ അല്ലെങ്കിൽ ഒരു ഫോറിന സാധനം ഒന്നും വണ്ടികൾ ഉപയോഗിക്കത്തില്ല. എനിക്ക് അതിനകത്ത് ഭയങ്കര നിർബന്ധമുള്ള ആളാണ്. ക്വാളിറ്റി പെർഫെക്ഷൻ അതിലാണ്. അതിപ്പം നമ്മൾ പെയിന്റ് ചെയ്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ ഏകദേശം നമുക്ക് ഒരുപാട് വർഷം മതി. 2 വർഷം എന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വാറണ്ടിയാണ്. പിന്നെ കസ്റ്റമേഴ്സ് അത് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് തന്നെ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ഒരുപാട് ആൾക്കാരും തേടി നടക്കുന്ന ഒരു സംഭവമാണ് ഇതാണ് എൻ്റെ ഈ കൈ ഇരിക്കുന്നുണ്ട. ഇത് നമ്മുടെ നാനോ ലൂബാണ്. ഈ നാനോ ലൂബിൻ്റെ പ്രത്യേകത, ഈ സംഭവം എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ സാധനമാണ്. അറിയാവുന്നവർക്കറിയാം, അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ റിസ്വാൻ ബ്രോയെ കൊണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ് അറിയിപ്പിച്ചു തരാം. എന്താണ് ബ്രോ ആക്ച്വലി നാനോ ലൂബ് എന്താണ് ചെയ്യുന്നത്? നാനോ ലൂബ് എന്ന് വെച്ചാൽ എഞ്ചിൻ ഓയിൽ അഡിറ്റീവ് ആണ്. ഈ സാധനം ആക്ച്വലി നമ്മുടെ എഞ്ചിൻ നല്ല സ്മൂത്ത് ആകുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ മാറുന്ന സമയത്താണ് നമ്മളിത് എക്സ്ട്രാ ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാട് ആൾക്കാർ വണ്ടിയില്ലാത്ത ഒഴിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളിത് മെയിൻലി എഞ്ചിൻ സ്മൂത്ത് ആവാനാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം എന്തുകൊണ്ട് എല്ലാവരും ഈ ഒരു സാധനത്തിന് പ്രിഫർ ചെയ്യണം? അല്ല, ഈ സാധനം ആദ്യം ഇവിടെ വിൽക്കാൻ വേണ്ടി കൊണ്ടുവച്ചപ്പോഴത്തേക്ക് എനിക്കിതിനോട് വലിയൊരു എന്താ പറയുക, ഒരു വിശ്വാസ്യത ഒന്നും ഇല്ലായിരുന്നു. വെച്ചാൽ പുതിയൊരു സാധനമാണ്, മാർക്കറ്റിൽ വന്ന പുതിയ സാധനം. അപ്പം നമ്മളിത് കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു കോൺഫിഡൻസ് വേണം, അല്ല ചെയ്ത കാര്യമില്ല. അപ്പോൾ ഞാനിത് ആദ്യം ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ വണ്ടിക്കകത്ത്, എൻ്റെ ഡ്യൂക്കിനകത്ത് ഞാൻ ആദ്യം ഉപയോഗിച്ച് നോക്കി. എൻ്റെ വണ്ടിക്ക് എന്ന് വെച്ചാൽ KTM ആണ്. അപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് നല്ല ഹീറ്റിംഗ് ഉണ്ട്, അത്യാവശ്യം ഹീറ്റിംഗ്, പഴയ മോഡൽ വണ്ടിയാണ്, ഹീറ്റിംഗ് ഉള്ള വണ്ടിയായിരുന്നു. പിന്നെ അത് കണക്ക് ക്ലച്ചിൻ്റെ പൊസിഷനൊക്കെ ഇച്ചിരി കട്ട് ചെയ്യുന്നത്, മറ്റേ സ്ലിപ്പർ ക്ലച്ചൊന്നും അല്ല. നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ഒരു BS3 ഡ്യൂക്ക് 200 300 ഒക്കെ ക്ലച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിനകത്ത് ഒഴിച്ച് എനിക്ക് ഫസ്റ്റ് ഡേ ഒന്നും വ്യത്യാസം തോന്നിയില്ല. രണ്ടാമത്തെ ദിവസം ഞാൻ കുറച്ച് വണ്ടി ഓടിച്ചതിന് ശേഷം എനിക്ക് തോന്നിയൊരു മാറ്റം എന്ന് വെച്ചാൽ എൻ്റെ വണ്ടി നല്ല സ്മൂത്ത് ആവുന്നുണ്ട്. എൻജിൻ സൈഡ് മാറും, നല്ല ചെറിയ കിലുക്കങ്ങളും ശബ്ദങ്ങളൊക്കെ ഉള്ള മൊത്തം മാറുന്നുണ്ട്. നല്ല സ്മൂത്ത് കണ്ടീഷൻ ആവുന്നുണ്ട് വണ്ടികളെല്ലാം. അതിന് ശേഷമാണ് ഞാൻ ഒരു കസ്റ്റമർ പ്രിഫർ ചെയ്ത്, അങ്ങനെ അവർക്ക് ഭയങ്കര നല്ല ഗുണം പറഞ്ഞു. ഇപ്പോൾ എല്ലാവരും നല്ല ഒരു റിവ്യൂ പറയുന്ന സാധനമാണ്. ഇതുവരെയ്ക്കും നെഗറ്റീവ് റിവ്യൂ ആയിട്ട് ഒന്നും വന്നിട്ടില്ല. എനിക്കിവിടെ വന്നിട്ടില്ല, വേറെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. നല്ലൊരു എന്തായാലും എൻജിൻ സ്മൂത്തനിങ് ആണ് ഇതിൻ്റെ മെയിൻ. അപ്പോൾ നമ്മളിത് എങ്ങനെ ടോപ്പ് അപ്പ് ചെയ്യേണ്ടത്? എങ്ങനെ നമ്മൾ ഓയിൽ ടോപ്പ് അപ്പ് അല്ല, ഇതിന് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം നമ്മൾ വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ മാറുന്ന സമയത്ത്, ഇപ്പം ഒരു വണ്ടിക്ക് 1 ലിറ്റർ എഞ്ചിൻ ഓയിലാണ് ഒഴിക്കുന്നത് വെച്ചോ. അപ്പം 950 ml എഞ്ചിൻ ഓയിലും 50 ml ഇത് ഒഴിക്കുക. ഇൻ കേസ് അത് നമ്മൾ 200 സീരീസ് ബൈക്ക് ആണെങ്കിൽ, അത് കണക്ക് എൻഫീൽഡ് അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർ പ്രിഫർ ചെയ്യുന്നത് 100 ml ആണ്. ഇത് ബൈക്കിന് മാത്രമല്ല കാറിന് യൂസ് ചെയ്യാം. കാറിനൊക്കെ നല്ല മാറ്റങ്ങൾ വരും കേട്ടോ. എൻ്റെ കാർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഈ സാധനം, അടിപൊളിയാണ്. കിയയുടെ സോണറ്റ് അല്ലേ? കിയയിലല്ല, എൻ്റെ മറ്റേ വണ്ടിക്കകത്ത്. ഈ വണ്ടി സോണറ്റ് അല്ലേ? നമ്മുടെ സോണറ്റ് ഫുള്ളി ഡീക്രോം ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നിങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുവരും. ഫുൾ ഡീക്രോം, അതും ബ്രോയുടെ വർക്ക്ഷോപ്പിൽ നിന്ന് തന്നെയാണ്. അവർക്ക് ആക്ച്വലി കാറിൻ്റെയും ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പോൾ കാറിൽ ഇത് ഒഴിക്കുന്നുണ്ടോ ബ്രോ? കാറിൽ പുതിയ വണ്ടിക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല, ഇച്ചിരി കഴിയുമ്പം ചെയ്യാം, എന്തായാലും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ബ്രോ? ഇതിൻ്റെ പ്രൈസ് 50 ml 600 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. 100 ml ആകുമ്പോൾ 1200 രൂപ. പക്ഷേ ഇത് 600 രൂപ കൊടുത്ത് മേടിക്കുവാണെങ്കിൽ വർത്താണ് കേട്ടോ, 100%. ഞാനതിനകത്ത് സാറ്റിസ്ഫൈഡ് ആണ് പേഴ്സണലി.